ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഈ ചൂടിനൊക്കെ തന്നെ നന്നായി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ്. ഇപ്പോഴാണെങ്കിൽ തണ്ണിമത്തൻ്റെ നല്ല സീസണുമാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 കപ്പ് അളവിൽ തണ്ണിമത്തൻ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കുരുവെല്ലാം കളഞ്ഞെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1 മുറി നാരങ്ങയുടെ ജ്യൂസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഇപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ മാത്രം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ ഒരു ജ്യൂസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് കസ്കസ് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്തതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ ജ്യൂസ് തന്നെയാണിത്. നല്ല മധുരം ഉണ്ടാവും. നാരങ്ങയുടെ നീര് ഒഴിച്ചുകൊണ്ട് തന്നെ ഒരു അല്പം പുളിപ്പും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് കൂടിയാണ് ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും.